എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് യൂണിഫോം പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ഇത് ചുരിദാറിൻ്റെ പാൻറ്റാണ്. ഇതിൽ 2 മീറ്റർ തുണിയാണുള്ളത്, 36 ഇഞ്ച് വീതി. അപ്പോൾ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ ഒന്നുകൂടെ മടക്കുക. ഈ മടക്കുന്നത് നമ്മൾ വീതി വയ്ക്കുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ഈ 14 ഇഞ്ച് കിട്ടുന്നത് എങ്ങനെയെന്ന് പറയാം. സീറ്റ് 34 ഇഞ്ചാണ്. ഇതിൻ്റെ 4/1, അപ്പോൾ 8.5 ഇഞ്ച് വരും. ഇത് കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, പിന്നെ ഒരു 5 ഇഞ്ച് നമ്മൾ ഇവിടെ പ്ലേറ്റിന് വേണ്ടി ഇടുന്നുണ്ട്. ഇവിടെ ഫ്ലൈ കട്ട് ചെയ്യുന്നില്ല, അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ പ്ലേറ്റാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് 14 ഇഞ്ചായിട്ട് വരുന്നത്. ഇനി ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. ക്രോച്ച് ലെങ്ത്ത് വന്നിട്ട് സീറ്റിൻ്റെ 1/3 ഭാഗം, അത് ഏകദേശം ഒരു 11ഉം ഒരു 3 പോയിൻറ്റും വരും. അപ്പോൾ നമ്മളത് റൗണ്ട് ആക്കിയിട്ട് 11.5 എടുക്കുക, പ്ലസ് ഒരു 2.5 കൂടി എടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്ലൈ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇഞ്ച് കൂടുതൽ ഇട്ടാൽ മതി. ഇത് ഫ്ലൈ വരയ്ക്കാത്തതുകൊണ്ട് 2.5 ഇഞ്ച് കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആകെ ക്രോച്ച് ലെങ്ത് 14 ഇഞ്ചാണ്. ഈ 14 ഇഞ്ചിൻ്റെ ഒരു 6.5 ഇഞ്ച് നമുക്കിതിൽ ബാൻഡ് കൊടുക്കാം. ബാക്കി 7.5 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ 7.5 ഇഞ്ച് ഈ തയ്യത്തുമ്പ് കഴിഞ്ഞിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ അതേപോലെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കുക. അപ്പോൾ ഇവിടെ 6.5, 7.5, 14 ഇഞ്ച് നമുക്കിവിടെ ക്രോച്ച് ലെങ്ത് വരും. ഇനി ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ബാൻഡ് 6.5 ഇഞ്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6 ഇഞ്ച് ഇവിടെ വയ്ക്കുക. അതിനുശേഷം 38 ഇഞ്ച് ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് ബോട്ടം മടക്കിയടിക്കാൻ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരയ്ക്കുക. ഇതിൻ്റെ ബോട്ടം 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇതൊന്ന് ഇതേപോലെ ചെരിച്ച് മറിക്കുക. ഇവിടെ ഇതേപോലെ നേരെ വരച്ചിട്ട് ഒരു 2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഈ തയ്യത്തുമ്പിലേക്കാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്കിത് അയൺ ചെയ്യുമ്പോൾ പ്ലേറ്റ് വരും. ഇതുപോലെ ഷേപ്പ് കൊടുക്കുക. ഇനി വന്നിട്ട് ഇതിൽ തയ്യത്തുമ്പ് ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് വരിക. ഇവിടെ 1 ഇഞ്ച് തയ്യത്തുമ്പ് വരും. ഇങ്ങോട്ട് കുറച്ചിട്ട് ഇവിടെ വരുമ്പോൾ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇതുപോലെ ഫ്ലൈ വരച്ചെടുക്കാം. ഇതിൽ ഞാൻ ഫ്ലൈ വരയ്ക്കുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് ജോയിൻ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇവിടെ നിന്ന് നമുക്ക് ജോയിൻ്റ് ഇല്ലാതെ ബാൻഡ് കട്ട് ചെയ്യാൻ കിട്ടും. അപ്പോൾ ബാൻഡ് നമ്മൾ വയ്ക്കുന്നത് ഇതിൻ്റെ അരവണ്ണം 30 ഇഞ്ചാണ്. ഇത് കൂടെ ഒരു 10 ഇഞ്ച് കൂട്ടുക. അപ്പോൾ 40 ഇഞ്ച്. ഈ 40 ഇഞ്ചാണ് ബാൻഡ് വയ്ക്കുന്നത്. 10 ഇഞ്ച് നമുക്ക് ലൂസ് വേണം, നാട ചുരുക്കി കെട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 40ൻ്റെ പകുതി 20 ഇവിടെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അതായത് 20 മാർക്ക് ചെയ്യുന്നത് ഡബിൾ ഫോൾഡിംഗ് ആണ് ഇവിടെ. ഇനി അതുപോലെ നമുക്ക് 6 ഇഞ്ചാണ് ബാൻഡ് വേണ്ടത്. ഇവിടെ 1 ഇഞ്ച് മടക്കി അടിക്കാൻ നാടിയിടാനിടാം. ഇവിടെ അരഭാഗം ആയതുകൊണ്ട് നമുക്ക് 1 ഇഞ്ച് ഇങ്ങനെ മടക്കിയാൽ മതി. പിന്നെ 6 ഇഞ്ച് ബാൻഡ്
ഈ ബോട്ടത്തേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്. അപ്പോൾ ആകെ 8 ഇഞ്ച് മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഈ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് നാട എടുക്കാം. ഇതിങ്ങനെ ഈ കരഭാഗത്ത് നിന്ന് എടുത്താൽ മതി. ഒരു 1.5-1.25 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ബാൻഡ് തയ്യാറാക്കാം. നാട അടിച്ചെടുക്കാം. നാട ഇങ്ങനെ വെച്ചിട്ട് മടക്കിയിട്ട് ഏകദേശം 1 സെൻറ്റിമീറ്റർ വീതി മതി. ഇതുപോലെ അടിച്ചെടുക്കുക. ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇതുവരെ തയ്ക്കുക. ഒരു തയ്യലും കൂടി ഇടാം. അതിനുശേഷം അതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതിവിടെ ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ അടിച്ചെടുക്കുക. തിരിച്ച് ഈ സൈഡും അതേപോലെ അടിക്കുക. ഈ നാടങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഈ നാട ആവശ്യമുള്ള നീളം വയ്ക്കാം. ഇനി ഇതിൻ്റെ ഈ സെൻറ്ററിൽ ഇവിടെ ഒന്ന് കെട്ടിടാം, നാട ഊരിപ്പോകാതിരിക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ അടയാളത്തിൽ ഒന്ന് മടക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഇതൊന്നുകൂടെ മടക്കുക. ഇത്രയും കനം മതിയാവും ഇവിടെ. കാരണം കട്ടിയുള്ള പോളിസ്റ്റർ തുണിയാണിത്. അതുകൊണ്ട് ഇതിൽ ക്യാൻവാസ് വയ്ക്കുന്നില്ല. ഇത്രയും കനത്തിൽ അടിച്ചാൽ മതി. ഈ എഡ്ജിൽ ഒരു തയ്യലിടാം. ഇനി ആവശ്യമെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു 2 തയ്യലും കൂടി ഇടാം. അപ്പോൾ ഞാനിതിൽ 2 തയ്യലേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ 2 ബോട്ടം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ വയ്ക്കുക. അതായത് ബോട്ടത്തിൻ്റെ നല്ല വശവും കൂടെ. ഇവിടെ ഒന്ന് ജോയിൻ്റ് ചെയ്യുക 1/2 ഇഞ്ചിൽ. അതേപോലെ ഈ സൈഡും ജോയിൻ്റ് ചെയ്യുക. ഇനി വേണമെങ്കിൽ ഇതിൽ ഒരു തൈലും കൂടി ഇട്ടെടുക്കാം. പക്ഷെ ഞാനിതിൽ മേൽത്തൈലാണ് ഇടുന്നത്. ഒരു 1/4 ഇഞ്ച് വീതിയിൽ മേൽത്തൈൽ ഇട്ടെടുക്കുക. അതേപോലെ ഇതിലും തയ്ക്കുക. ഇതിൽ നമ്മൾ ഈ തയ്യത്തുമ്പ് ഓപ്പോസിറ്റാണ് കൊടുക്കുന്നത്. ഇത് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതിൽ വന്നിട്ട് ഈ സൈഡിലേക്കാണ് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ ഇതിൻ്റെ സൈഡ് ചേർത്തടിക്കാം. ഇവിടെ 6 ഇഞ്ചാണ്, അതായത് 12 ഇഞ്ച്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കുറച്ച് വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. ഇവിടെ ഈ സെൻറ്റർ കറക്റ്റ് ചെയ്യുക. നമ്മൾ ഒരു തയ്യത്തുമ്പ് ഇങ്ങോട്ടും ഒരു തയ്യത്തുമ്പ് ഇങ്ങോട്ടുമാണ് വെച്ചത്. അപ്പോൾ അത് അതേപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് അടിക്കുക.
ഒരു തൈലും കൂടി ഇടാം. ഇനി ഇത് അടിമറിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷേപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് ചുളിവില്ലാതെ ഫ്ലാറ്റായിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല. അതുപോലെ ഇവിടെ നമ്മൾ തയ്യെത്തുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടത് അതേപോലെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് കട്ടി കൂടുതൽ വരില്ല. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പിടിക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതേപോലെ ഈ സൈഡിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 3.5 ഇഞ്ചിൽ നിന്ന് ഈ 3.5 ഇഞ്ച് വരെ പ്ലേറ്റ് ഇടുക. ബാക്ക് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ പ്ലേറ്റ് ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വീതിയിലിടാം. ഞാനിതിലൊരു 1/4 ഇഞ്ച് വീതിയാണ് ഇടുന്നത്. അപ്പോൾ അതേപോലെ പ്ലേറ്റ് ഇട്ട് എടുക്കുക. ഇനി ഇത് എത്ര വീതി ഉണ്ടെന്ന് നോക്കാം. നമുക്ക് 20 ഇഞ്ചാണ് വേണ്ടത്. 20 ഇഞ്ച് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സെൻറ്ററിൽ ഇതിൻ്റെ ഈ നാടിയിട്ട ഭാഗത്തിൻ്റെ സെൻറ്റർ കൊടുക്കുക. ഇത് ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. അടിയിലേക്ക് ഇതേപോലെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 1/2 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. ഇനി ഒരു തൈലും കൂടി ഇടാം. അതേപോലെ ബാക്ക് പ്ലെയിൻ ആണ് വരിക. അപ്പോൾ ഇതുപോലെ ഏതളവിലുള്ള ചുരിദാർ പാൻറ്റും ഈസി ആയിട്ട് തയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.